ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു റിലവന്റ് ടോപ്പിക് ഒന്നുമല്ല, ഇതൊരു റോസ്റ്റ് വീഡിയോ ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ആ ഒരു മെന്റാലിറ്റിയിൽ കാണണം കേട്ടോ. പിന്നെ ഈ മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ പഠിക്കാൻ പോകുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിരിക്കുന്നത് ചിലപ്പം നന്നായേക്കും. ഭയങ്കര പ്രോഗ്രസീവായിട്ട് ചിന്താഗതിയുള്ള ആളുകളൊന്നും കാണുമെന്ന് ഞാൻ പറയില്ല. ഈ +1 +2 കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേറൊരു കോളേജിലോട്ട് അല്ലെങ്കിൽ വേറൊരു നമ്മുടെ വീട്ടിൽ നിന്ന് മാറി ദൂരോട്ടൊക്കെ വന്ന് പഠിക്കുന്ന സമയത്ത് പല രീതിയിലുള്ള ചേഞ്ചസ്, വസ്ത്രധാരണത്തിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും ആഹാര രീതിയിലാണെങ്കിലും എല്ലാത്തിലും മാറ്റങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. ആൺകുട്ടികൾക്കും ഉണ്ടാവും, പെൺകുട്ടികൾക്കും ഉണ്ടാവും. അപ്പം നമ്മുടെ കൊച്ചുനാളിൽ കണ്ട് ശീലമില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ കുട്ടികൾ ചെയ്ത് നമ്മൾക്ക് കാണേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഡേറ്റിംഗ്. നമ്മൾ ഈ നാട്ടിൻപുറത്ത് പഠിച്ചു വളർന്നതിന്റെ പേരിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇത് വലിയ ധാരണയില്ലായിരുന്നു ഇതൊക്കെ എന്താണെന്നുള്ളത്. അപ്പം പറഞ്ഞു വന്നത് ഈ ഡേറ്റിങ്ങിനെ പറ്റിയാണ് ഗൈസ്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടു, ടിൻഡർ ഡേറ്റ്. ഇതാണ് വീഡിയോയുടെ ഹെഡിങ്. ഒരു പെങ്കൊച്ച് ടിൻഡറിൽ കണ്ട ഒരു പയ്യന്റെ കൂടെ ഡേറ്റിങ്ങിന് പോവാണ്. സംഭവം രസമാണ്, കണ്ടിരിക്കാൻ ഭയങ്കര തൊലി എറിഞ്ഞ് താഴെ വീഴുന്ന തരത്തിലുള്ള വീഡിയോ ആണ്. ഡേറ്റിങ്ങിന് പോകുന്നത് വലിയ സംഭവമൊന്നുമല്ല. ഈ ടിൻഡർ പോലുള്ള ആപ്പ് തന്നെ അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്ന ആപ്പാണ് അല്ലേ. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു മലയാളി പെൺകുട്ടി ഒരു പയ്യന്റെ കൂടെ ഡേറ്റിങ്ങിന് പോയിട്ട് അത് ഒരു വ്ളോഗാക്കി ഇൻസ്റ്റാഗ്രാമിൽ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. സംഭവം കോമഡിയാ. നമുക്കന്നേരം ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാം ഗൈസ്. Come with me for a Tinder date gone wrong. So last 2 വീഡിയോസിൽ ഞാൻ ടിൻഡറിൽ നിന്ന് പരിചയപ്പെട്ട ഒരു ബോയുടെ കൂടെ ഡേറ്റിന് പോയതായിട്ട് കണ്ടു. ആൻഡ് ഹി ആസ്ക്ഡ് മീ അഗൈൻ. സോ ഈ വട്ടം ഞാൻ ആളെ ഗ്രീൻ ഫ്ലാഗ് ആണെന്ന് അറിയാനും ആളുടെ മനസ്സിൽ എന്താണ് അറിയാനും കുറച്ച് ശ്രമങ്ങൾ നടത്തി. ആളെ പിക്ക്. സോ ഡേറ്റിന് പോകുമ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നത് നല്ലതാണ്. നല്ലൊരു ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ആ കുട്ടി ആ ഒരു മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താൻ പോവുകയാണ്. നമുക്കത് കാണാം. ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ആൾ എനിക്ക് ഫുഡ് കൊണ്ടുവന്നു. ആളിനത് ഫീഡ് ചെയ്യിപ്പിച്ചു. അപ്പൊ ആ 2 ടെസ്റ്റും പാസ്സായി. തീറ്റ ടെസ്റ്റ് അങ്ങനെ പാസ്സായിരിക്കുകയാണ്. നമ്മൾ ഡേറ്റ് ചെയ്യാൻ, നമ്മുടെ പെങ്കൊച്ച് ഡേറ്റ് ചെയ്യാൻ പോകുന്ന പയ്യൻ വളരെ കെയറിങ് ഉള്ള ഒരു വ്യക്തിയാണ് ഗൈസ്. അതൊക്കെ പിള്ളേരൊക്കെ തട്ടിക്കൊണ്ട് പോകാൻ വലിയ പാടായിരുന്നു. ഇന്ന് കഴിക്കുമോനെ എന്ന് പറയണമായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും ആപ്പ് കൊണ്ട് തുറക്കുക, ഡേറ്റ് ഒരു ഇച്ചിരി ഫുഡ് കൊണ്ട് കൊടുക്കുക, അണ്ണായി കുത്തി കെട്ടി കൊടുത്ത് മൈക്ക് തട്ടിയെടുത്തോണ്ട് പോവാ. അങ്ങനെയും ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നാ തോന്നണത്. കൈയാട്ടി വിളിച്ച് ഇനി വരുന്ന ടീംസാണ് ഇപ്പോൾ ഉള്ളത്. ആള് പിന്നെ ഫുൾ ടൈം എന്റെ ബാഗ് കയറി ചെയ്യുക. ആ ടെസ്റ്റും പാസ്സായി. അത് കഴിഞ്ഞ് നമ്മൾ അപ്പം ആദ്യത്തെ ആയ ടെസ്റ്റ് പാസ്സായി, രണ്ടാമത്തെ ചുമട്ടുതൊഴിലാളി ടെസ്റ്റും അങ്ങനെ ആ പയ്യൻ പാസ്സായിരിക്കുകയാണ്. എന്തൊക്കെ കഷ്ടപ്പാട് നോക്കണേ ഒരു പെണ്ണിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമ്മൾ ലുലു മോളിൽ പോയിട്ട് അവിടെ വെസ്റ്റ് സൈഡിൽ പോയിട്ട് കുറച്ച് ക്ലോത്ത്സ് ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്തു. ഈ 2 ഡ്രസ്സാണ് ഞാൻ എടുത്തത്. 799 ഈച്ച് ആണ്. എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമായി. ഇത് ഫസ്റ്റ് റെഡ് വൺ ആണ്. ആൻഡ് അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ ബ്ലാക്ക് ആയിരുന്നു. എനിക്ക് രണ്ടും ഒരേപോലെ ഇഷ്ടമായി. ഐ വാസ് വെരി കൺഫ്യൂസ്ഡ്. ആൻഡ് അവസാനം ഞാൻ റെഡ് ചൂസ് ചെയ്യാന്ന് വിചാരിച്ചു. ആൻഡ് എന്നെ സർപ്രൈസ് ചെയ്തു. ഒരു 3 ആള് വെയിറ്റ് ചെയ്തു. ആളെ ലിറ്ററലി ബ്ലാക്ക് എടുത്ത് എന്റെ കയ്യിൽ വെച്ച് തന്നു. ആൻഡ് ടോട്ടൽ 1500 ആ ഷോപ്പിംഗ് ടെസ്റ്റും കൂടെ ആള് പാസ്സായി. അതൊരു ടഫ് മൂവ് ആയിരുന്നു കേട്ടോ. ചേട്ടന്റെ ടഫ് മൂവ് ആയിരുന്നു, പ്രതീക്ഷിച്ചില്ല. പോക്കറ്റിൽ പൈസ ഉള്ളവനൊക്കെ ഈ പരിപാടിക്ക് നടക്കാവുള്ളൂ കേട്ടോ. അല്ല പരിപാടിക്ക് നടക്കല്ലേ, അല്ല ലോൺ എടുക്കേണ്ടി വരും. വീട്ടിലമ്മ ഫ്രിഡ്ജിന്റെ മേളിൽ മറ്റേ ഷീറ്റിന്റെ അടിയിൽ ഒളിപ്പിച്ച പൈസ കണ്ട് എടുത്തോണ്ട് അതുകൊണ്ടാണ് ഈ പെണ്ണിന് ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുത്തോണ്ടിരിക്കുന്ന ചെറുകൻ. അപ്പം പൈസ ഉണ്ടെങ്കിലേ വിലയുള്ളൂ ഡേറ്റിങ്ങിനൊക്കെ പോകുമ്പോ, അല്ലെങ്കിൽ പട്ടി വിലയായിരിക്കും നിനക്കൊക്കെ കേട്ടാ. നാണം കെടാ നിൽക്കില്ല, പൈസ ഉള്ളത് മാത്രമേ പോളൂ ഈ പരിപാടിക്കൊക്കെ. ഇമാതിരി അണ്ടാവുകളൊക്കെയാണ് വരുന്നത്. ഇവളുമാർക്കൊക്കെ ഇച്ചിരി ക്യൂട്ട്നെസ് വാരി വിതറിയാൽ മതി. കാര്യമാവുന്നത് നമ്മുടെ പോക്കറ്റാണ്. മോളെ നീ ഇതിനകത്ത് വലിയ കോച്ചിങ് പോലും എടുത്തിട്ടുണ്ടോ ഇങ്ങനെ ഊറ്റാൻ വേണ്ടിയിട്ട്? പാസ്സായി. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ് ആൾക്കറിയാം. അവിടെ ആൾ ചോക്ലേറ്റ് എനിക്ക് മേടിച്ചു തന്നു. വിച്ച് വാസ് അഗൈൻ ചോക്ലേറ്റ് ടെസ്റ്റ് പാസ്സായി. അത് കഴിഞ്ഞ ആൾ എനിക്ക് ബർഗർ മേടിച്ചു തന്നു. 110 rupees. ഫുഡ് ടെസ്റ്റും പാസ്സായി. ഇതാണോ ഡേറ്റിംഗ്? സീരിയസ്ലി ഇതാണോ ഡേറ്റിംഗ്? എനിക്ക് അറിയില്ല. ഇത് ഊറ്റിംഗ് ആണ്. അവനെ ഊറ്റാണ്, പിഴിഞ്ഞെടുക്കുകയാണ് അവന്. എവളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി അവൻ ബാങ്കിൽ നിന്ന് ഇനി വേറെ ലോൺ എടുക്കേണ്ടി വരും. നല്ല ഡേറ്റിംഗ്. ഇത്ര കഷ്ടപ്പാടായിരുന്നു ഡേറ്റിംഗ് ഒക്കെ. പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഹെൽത്ത് ടെസ്റ്റ് ആണ്. ഈ ആൾ എനിക്ക് വേണ്ടി 0 sugar ആണ് ചൂസ് ചെയ്തത്. ഹെൽത്ത് ടെസ്റ്റ് പാസ്സായി. ആ സേട്ടന്റെ കെയറിങ് നോക്കണേ ഗൈസ്. സ്പ്രൈറ്റ് എടുത്തപ്പം 0 sugar ഉള്ള സ്പ്രൈറ്റ് മേടിച്ചു കൊടുത്തു. അതിന് മുമ്പ് ചോക്ലേറ്റ്, ഡയറി മിൽക്ക് ആൻഡ് ബർഗർ മേടിച്ചു കൊടുത്തിട്ടാണ് അവന്റെ. നീ വല്ലാത്തൊരു ഹെൽത്തി കുട്ടൻ തന്നെടാ മോനെ. എവള് ബിഗ് ഷോപ്പറുമായിട്ടാണെന്ന് തോന്നുന്നു ഡേറ്റിങ്ങിന് വരുന്നത്. അതോ ചാക്കുകെട്ടുമായിട്ട് വല്ലതും ആണ്. ചുമക്കാൻ ഒരാളെങ്കിലും വിളിച്ചോണ്ട് വരാൻ ഡേറ്റിങ്ങിന് പോയ സമയത്ത് മാക്സിമം ഊറ്റിക്കൊണ്ട് പോവുക. എന്ത് കൊടുത്താലും പോന്നോട്ടേ. ഇതാണ് ഇവിടെ ഡേറ്റിങ്. വല്ലാത്തൊരു ഡേറ്റിങ് എന്നടേ. അത് കഴിഞ്ഞിട്ട് ആൾ അവിടെ നിന്ന് കുറെ സാധനങ്ങൾ എന്നെ കാര്യം എടുത്ത് വെച്ചിരുന്നു. പിന്നെ ആള് ഞാൻ ഹണി കേക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ അതും മേടിച്ചോളാൻ പറഞ്ഞു. എനിക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് എല്ലാ ആളുടെ കൊടുത്തു. ഫൈനൽ ടെസ്റ്റ് ആണ്. ആളെന്നെ ബില്ല് സ്പ്ലിറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. ബിൽ ടെസ്റ്റും പാസ്സായി. ഡേറ്റിംഗ് എന്നും പറഞ്ഞ് ഒരു വിളിച്ചു വരുത്തി മൂപ്പിക്കുന്നു.
നീ വീട്ടിൽ പട്ടിണിയായിരുന്നോ കുഞ്ഞെ? 2 മാസത്തേക്കുള്ള സാധനം മേടിച്ചോണ്ട് പോയിട്ടുണ്ടല്ലോ. അതോ ഇനി നീ ലവ് പോയി കഴിഞ്ഞതിന് ശേഷം ഈ സാധനങ്ങളെല്ലാം തിരിച്ചവിടെ കടയിൽ കൊണ്ട് കൊടുത്ത് വേറെ കടയിൽ കൊണ്ട് കൊടുത്ത് മറിച്ച് വിൽക്കൂ? ഇതാണോ നിന്റെ വരുമാനം? എന്തുവാടാ ഉണ്ടാവോ ഇതിനകത്ത്? യവനില്ല വല്ല ലാഭം ഉണ്ടാ? അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളായിരിക്കും, നമുക്കറിയില്ലല്ലോ, അത് കാണുന്നില്ലല്ലോ അത്. ആൻഡ് നമ്മളിത് പിന്നെ ഒരു കേക്ക് കൂടെ മേടിച്ചു 90 rupees ആയിരുന്നു. ഇതിനൊരു അന്ത്യമില്ലേ? ബില്ല് കൊടുത്തപ്പോ ഞാൻ കരുതി പൈസ പരിപാടി തീർന്നെന്ന്, തീറ്റയും പരിപാടിയൊക്കെ തീർന്നെന്ന്. അത് കഴിഞ്ഞ് പിന്നെയും എന്തുവാ മോളെ ഒരുത്തനെ കിട്ടിയെന്നും പറഞ്ഞ് ഇങ്ങനെ അങ്ങ് മുതലാക്കാവോ? ഇവളെന്തോ സിമന്റ് കുഴിക്കുന്ന മെഷീൻ നല്ലതാണ്, എല്ലാം കൊണ്ട് തട്ടുന്ന മാത്രമേ കാണുന്നുള്ളൂ. വിച്ച് വാസ് വെരി യമ്മി. ആൻഡ് നമ്മൾ തിരിച്ചു പോകണ വഴി മെട്രോയിൽ വെച്ചിട്ട് ആളെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് എന്റെ കൈ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി നോക്കി. അത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഫസ്റ്റ് ടച്ച് ആയിരുന്നു, എനിക്കത് ഭയങ്കര നാണം വന്നു. ഇത്രയൊക്കെ ഊറ്റിച്ചിട്ടും അവൻ ഇച്ചിരി റൊമാൻസ് എങ്കിലും കാണിക്കണ്ടേടാ. ആ കയ്യിലൊന്ന് പിടിച്ചിച്ചിരി റൊമാൻസ് കാണിക്കാൻ വേണ്ടിട്ട് അവനെ കൊണ്ട് ഇത്രയും ലവള് ചെലവാക്കിച്ച്. അവൻ ഏതോ ഒരു പോങ്ങനാണ്. അതോ പെണ്ണിനെ കാണാതെ നടക്കുന്ന ദൃശ്യതൃങ്കം വല്ലോ ആന്നോടാ നീ? അവളൊന്ന് വളയാൻ വേണ്ടിട്ട് എന്തും ചെയ്യാൻ വേണ്ടിട്ട് അവൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരുത്തൻ. ഇതുപോലുള്ള ടീംസിനെ കേട്ടിക്കാൻ നല്ല രസമായിരിക്കും. ഇതുപോലുള്ള ഒരു ഫാമിലി നമ്മുടെ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്, ഫാമിലി വ്ലോഗ്. ഒരു ഭർത്താവുണ്ട്, അവനൊരു മണങ്ങൂസിന് ഒരു പോങ്ങനൊരുത്തൻ. അവൾ എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാങ്ങാണ്ടി മോറ ഒരുത്തൻ. അത് ഇങ്ങനെയുള്ള ടീംസ് കല്യാണം കഴിക്കുന്നത് ഇതുപോലുള്ള പോങ്ങന്മാരായിരിക്കും. കാര്യം ഒരു ആണത്തുള്ള ഒരുത്തനെ പോറ്റാൻ ഇവളുമാർക്ക് പറ്റൂല. എപ്പോഴും ഇവിടെ ഇല്ല പട്ടിയെ പോലെ വാലാട്ടി നടക്കുന്ന ഒരുത്തൻ വേണം. ഭർത്താവിന്റെ വീട്ടുകാരെയോ ട്രീറ്റ് ചെയ്യുന്നത് തന്നെ പട്ടിയെ പോലെ ആയിരിക്കും, ഒരു വിലയും കാണത്തില്ല. ഇവർക്ക് വേണ്ടത് ചോദിക്കുമ്പോൾ പണം കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ്. പട്ടിയും ഇവനും തമ്മിൽ വലിയ വ്യത്യാസം ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പട്ടിക്ക് കഴുത്തിൽ ബെൽറ്റ് ഉണ്ട്, ഇവന് അരയിൽ ബെൽറ്റ് ഉണ്ട്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. തൊടൽ എപ്പോഴും അവിടെ കയ്യിലായിരിക്കും. കല്യാണം ഇങ്ങനെയുള്ളതിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. എനിക്കത് ഭയങ്കര നാണം വന്നു. അല്ല ഈ പഴം എന്തിനാണ് അവസാനം കാണിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവുക. എന്തെങ്കിലും സിംബോളിക് റെപ്രസെന്റേഷൻ വല്ലതും ആണോ? ഇറ്റ് വാസ് വെരി ഫൺ. പിന്നെ ആളിന്റെ ടെസ്റ്റുകളൊക്കെ പാസ്സായി. ലൈക് ബോയ്സ് ഒക്കെ ഗ്രീൻ ഫ്ലാഗ് ആണോ എനിക്കറിയില്ല. ബട്ട് ദിസ് ഗൈ ഐ തിങ്ക് ഐ വിൽ ഗോ ഫോർ എ ഡേറ്റ് വിത്ത് ഹിം അഗൈൻ. അതെ, ഒരു വല്ലാത്തൊരു ഗ്രീൻ ഫ്ലാഗ് തന്നെ. ഇങ്ങനെ ഒരു പട്ടിയെ കിട്ടി ആരാണ് വളർത്താത്തത്? നല്ല പട്ടി. എന്നിട്ട് ഏതാണ് ആ ഒരു മൊണ്ണ അയ്യവൻ? പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? പെണ്ണ് കിട്ടാൻ വേണ്ടി ഇത്ര ദാരിദ്ര്യോ? സീരിയസ്ലി ഈ പെണ്ണ് വളയാൻ വേണ്ടിട്ട് എവള് പറയാണ് നീ മറ്റേ ലുലുമാളിൽ പോയിട്ട് മുണ്ട് പൊക്കി അല്ലെങ്കിൽ കുനിഞ്ഞു നിൽക്കണമെന്ന്. അവൻ വേണേ അതും ചെയ്യും. ഇങ്ങനൊരു മരമൊണ്ണ ഒരു പണിയെടുക്കാതെ ഈ കണ്ടവന്മാരെ ഊമ്പിച്ച് ജീവിക്കാൻ എന്തോരോ ഓപ്ഷൻസ് ആണ് ഇങ്ങനെയുള്ള ടീംസിനുള്ളത് ഇല്ലേ? ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡേറ്റ് ആണുങ്ങളുടെ സ്വപ്നത്തിൽ മാത്രം. ജെൻഡർ ഇക്വാളിറ്റി എൻഡ്സ് ഹിയർ. ഓക്കേ, ഇമാതിരി ഐറ്റംസ് ജെൻഡർ ഇക്വാളിറ്റി വേണമെന്ന് പറഞ്ഞ് ഈ പരിസരത്തോട്ട് വന്നേക്കരുത്. മടല് വെട്ടി തലമണ്ട വളക്കി അടിക്കും ജെൻഡർ ഇക്വാളിറ്റി എന്നൊരു അക്ഷരം വേണ്ടി കഴിഞ്ഞാൽ. ഈ വീടിയുടെ അവസാനം നമ്മുടെ കൊച്ചു വേറൊരു കാര്യം പറയുന്നുണ്ട്. വേറൊരു ഡേറ്റും കൂടെ അവൻ്റെ കൂടെ പോയി അടുത്ത വീഡിയോ ഇട്ട് ആ വീഡിയോ കൂടെ കാണാം. അതും കോമഡിയാ. ഹലോ എവരിവൺ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ടിൻഡറിന് പരിചയപ്പെട്ട ഒരാളുടെ കൂടെ ഡേറ്റിന് പോയപ്പോൾ ആള് ഗ്രീൻ ഫ്ലാഗ് ആണോ എന്ന് ടെക്സ്റ്റ് ചെയ്തത് ഞാൻ കാണിച്ചിരുന്നു. ഇന്ന് ഞാൻ ആളുടെ ബോയ് ഫ്രണ്ട് ടെസ്റ്റുകൾ കുറച്ച് നടത്തുകയാണ്. ഇവള് കഴിഞ്ഞ ജന്മത്തിൽ PSC പരീക്ഷ എഴുതി പൊട്ടിപ്പാളീസായി ജീവിതം നശിച്ചു പോയ ഏതോ ഒരു ആത്മാവ് പുനർജനിച്ചതാണെന്ന് തോന്നുന്നു. എന്തോരം ടെസ്റ്റ് ഈ പെണ്ണ് നടത്തുന്നത്? എവിടുന്നാ മോളെ നിനക്ക് ഇത്രയും ടെസ്റ്റിന്റെ ഐഡിയാസ് വരുന്നത്? അപ്പി ഇടുന്നതിൽ വരെ വേണമെങ്കിൽ ടെസ്റ്റ് നടത്തും. കണ്ടോ, എന്റെ ബോയ് ഫ്രണ്ട് 15 സെക്കൻഡിനുള്ളിൽ അപ്പി ഇട്ടിട്ട് തിരിച്ചു വന്നു. അപ്പി ഇടാൻ പോകുമ്പോൾ പോലും അവൻ എന്നെ വിട്ടു നിൽക്കാൻ പറ്റുന്നില്ല. അവൻ എങ്ങനെ അപ്പി ടെസ്റ്റും പാസ്സായിരിക്കുന്നു? ഇതായിരിക്കും ടെസ്റ്റ്? സീരിയസ്ലി അതിനകത്ത് വരെ ടെസ്റ്റുകളെ നടത്തും. അപ്പി ടെസ്റ്റുകൾ കുറച്ച് നടത്തുകയാണ്. ബിക്കോസ് ഹി ആസ്ക്ഡ് മീ അഗൈൻ. ഫസ്റ്റ് ഫീഡിങ് ടെസ്റ്റ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് ആളുടെ കൈ കൊണ്ട് തന്നെയാണ് എന്നെ ഫീഡ് ചെയ്തത്. എല്ലാം കൂടെ കണ്ട് തൊലി ഉരിഞ്ഞ് താഴെ വീഴുന്നത്. അടുത്ത റോഡിൽ കൂടെ നടക്കുമ്പോൾ ആളുടെ കെയറിംഗ് ആയിരുന്നു. ആൾ അതും പാസ്സായി. അവന്റെ റൂട്ട് എങ്ങോട്ടാണെന്ന് ഇപ്പൊ ഏതാണ്ടൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. മൊണ്ണയല്ല. And അത് കഴിഞ്ഞിട്ട് ഈഗോ ടെസ്റ്റ് ആണ്. ഓഫ് കോഴ്സ് ഹീസ് എ മാൻ വിത്ത് 0 ഈഗോ. 10 out of 10 ഫോർ ഈഗോ ടെസ്റ്റ്. മോളെ നിനക്ക് വീട്ടിൽ ചോദിക്കാനും പറഞ്ഞു ആരുമില്ല, അച്ഛനും അമ്മയൊന്നും ഇല്ലയോ? നിന്നെ നോക്കാനും ഷൂട്ട് വരാനൊക്കെ ഒരു ആയ അപ്പോയിന്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അച്ഛനടുത്ത് പറ, അച്ഛൻ ഈ ഒരു ആയ സെറ്റപ്പ് ചെയ്ത് തരാം. നിനക്ക് വേണ്ടത് ഒരു ബോയ് ഫ്രണ്ടിനെ അല്ല, ഒരു ആയയാണ്. അങ്ങോട്ട് ചാടാൻ പറയുമ്പോ അങ്ങോട്ട് ചാടണം, ഇങ്ങോട്ട് ചാടാൻ പറയുമ്പോ ഇങ്ങോട്ട് ചാടുന്ന ഒരുത്തൻ. അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര നേരം ആളെന്റെ കൈ വിട്ടിരിക്കുന്നതാണ് ആ ടെസ്റ്റിന്റെ പേര്. ഹാൻഡ് ഹോൾഡിംഗ് ഗ്യാപ്പ് ടെസ്റ്റ് എന്നാണ്. ഞാൻ മനഃപൂർവ്വം ഹാൻഡ് ഹോൾഡിംഗ് ഗ്യാപ്പ് ടെസ്റ്റ്. ദൈവമേ, ഇതൊക്കെ എന്ത് ടെസ്റ്റ്? ഇതൊക്കെ നീ തന്നെ കണ്ടുപിടിക്കുന്ന പേരുകളാണോ?
ഹാൻഡ് ഹോൾഡിംഗ് ഗ്യാപ് ടെസ്റ്റ്. പണ്ട് ഫിസിക്സിനകത്ത് കെമിസ്ട്രിക്കകത്തൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ടെസ്റ്റിന്റെ പേര് കേട്ടിട്ടുള്ളൂ. കാട്ടപരാധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. കണ്ടിട്ട് തൊലി മാത്രമല്ല എന്റെ മാംസം കൂടെ ഉരിഞ്ഞ് താഴെ വീഴുന്നു. പുല്ലി. വിത്തിൻ ഗ്യാപ് ടെസ്റ്റ് എന്നാണ്. ഞാൻ മനഃപൂർവ്വം ആളുടെ കൈ വിട്ട് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ആള് വിത്തിൻ സെക്കൻഡ്സ് തന്നെ എന്റെ കൈ ഹോൾഡ് ചെയ്തു. ആ ടെസ്റ്റും ആൾ അങ്ങനെ പാസ്സായി. പോയിന്റ് ഒക്കെ ഉണ്ട്. 9.5 ഔട്ട് ഓഫ് 10. അടുത്തത് എലിവേറ്റർ ടെസ്റ്റ് ആണ്. ആളെ എത്രത്തോളം എലിവേറ്ററിൽ നടക്കുമ്പോ കെയർ ചെയ്യുന്നതാണ്. ആളെ ലിറ്ററലി എന്റെ കൈ പിടിച്ചിട്ട് എന്റെ ഫ്രണ്ടിൽ നിർത്തി. ആള് ഫുൾ ടൈം 2 കൈയും എന്റെ ചുറ്റും നിർത്തിയിട്ടാണ് എലിവേറ്ററിൽ ഫുള്ള് ക്യാരി ചെയ്ത്. അവന്റെ മോന്തി ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ഇല്ലല്ലേ, കാണാൻ പറ്റത്തില്ല. ആ മഹാനെ ഒന്ന് കാണാനായിരുന്നു. അങ്ങനെ അവൻ എലിവേറ്റർ ടെസ്റ്റും പാസ്സായിരിക്കുകയാണ് ഗൈസ്. ഒരു പെണ്ണിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കണേ. പിന്നെ ഇതിനെ ഈ പെണ്ണിനെ ഇംപ്രസ് ചെയ്യാൻ അവന്റെ ആവശ്യമൊന്നുമില്ല. ഒരു 10-500 നോട്ട് എടുത്തിട്ട് ഇങ്ങനെ നീതി കാണിച്ചാൽ മതി, അവൾ ഇംപ്രസ്ഡ് ആവും. പോക്കറ്റിന്റെ കനം നോക്കി ഡേറ്റിങ്ങിന് പോകുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു. അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് സൺലൈറ്റ് ടെസ്റ്റ് ആണ്. ആൾ എന്നെ വെയിലടിക്കാണ്ട് സൂക്ഷിക്കുമെന്നാണ്. അഫ്കോഴ്സ് ആളെന്നെ വെയിലടിക്കാണ്ട് സൂക്ഷിച്ചു. അവൻ മൊണ്ണയല്ല ഗൈസ്, അവൻ മൊണ്ണയല്ല മോളെ. അത് വെയിലടിക്കാൻ സൂക്ഷിക്കുക മാത്രമല്ല അവൻ ചെയ്തത്. നിന്റെ കാലിലടിച്ച വെയിലിനെ അവൻ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന പിഴിയുന്നത് നമ്മൾ കണ്ടായിരുന്നല്ലോ. അതുകൂടെ അവൻ ചെയ്തോ. വെയിലിനെ അവൻ കഴുത്ത് ഞെരിച്ച് കൊന്നു. ഭയങ്കര കെയറിങ്ങാ. വേറെ എവിടെങ്കിലും വെയിലടിച്ചിരുന്ന അവൻ അവിടെയും വെച്ച് കഴുത്ത് ഞെരിച്ച് വെയിലിനെ കൊന്നേനെ. വല്ലാത്ത കെയറിങ് തന്നെ. അവൻ മൊണ്ണയല്ലെന്ന് അവൻ തെളിയിച്ചിരിക്കുകയാണ്. അടുത്തത് വിൻഡ് ടെസ്റ്റ് ആണ്. ആൾ എന്റെ ഹെയർ ഫ്ലൈ ചെയ്യുന്നത് നോട്ടീസ് ചെയ്യണമായിരുന്നു. അഫ്കോഴ്സ് ആൾ നോട്ടീസ് ചെയ്തിട്ട് അത് നല്ല ഒതുക്കി വെച്ചു. അങ്ങനെ കാറ്റ് ടെസ്റ്റും അവൻ പാസ്സായിരിക്കുക. അവൻ പയ്യെ കാര്യത്തിലോട്ടെടുക്കുന്ന പോലെയാണ് എനിക്കിത് കാണുമ്പോ ഫീൽ ചെയ്യുന്നത്. ഇവൻ മൊണ്ണയല്ല, അവൻ മൂത്ത കാട്ട് കോഴിയാണ് കൺഫേം. ആദ്യത്തെ വീഡിയോയിൽ മാന്യൻ, ഒന്നും മിണ്ടാതെ അവള് പറഞ്ഞ് എല്ലാം അവൻ അനുസരിച്ചു. പൈസ ചെലവാക്കി എല്ലാ ബില്ലും അവൻ തന്നെ കൊടുത്തു. രണ്ടാമത്തെ വീഡിയോയിൽ പയ്യെ റൂട്ട് മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം വെയിലിനൊക്കെ കഴുത്ത് ഞെരിച്ചു കൊല്ലും നിങ്ങൾ കണ്ടായിരുന്നല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചാ ആദ്യത്തെ വീഡിയോയിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മാത്രമേ അവന്റെ പോയിട്ടുള്ളൂ. രണ്ടാമത്തെ വീഡിയോയിൽ ഫുഡ് അടക്കം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അതാ പറഞ്ഞ യവൻ മുതമൂത്ത കോഴിയാണ്. തെറ്റിദ്ധരിച്ചു. നമ്മൾ ആദ്യം അവൻ മൊണ്ണയാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി. സോറിടാ മോനെ, സോറി കേട്ടോ. പിന്നെ ഈ പെങ്കൊച്ച ഡിസർവ്, നിനക്ക് പറ്റിയ ചെയ്യുന്ന ചെക്കനാണ്. യു ഡിസർവ് ദാറ്റ് ഗൈ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ചേരും രണ്ടും കൂടെ. ഇത് നമ്മൾ രാവിലെ തൊട്ട് ഈ ആഫ്റ്റർനൂൺ വരെയുള്ളതാണ്. അടുത്ത പാർട്ടിൽ ആൾ എനിക്കൊരു സർപ്രൈസ് തരുന്നതുണ്ട്. ഓൾ ടുഗദർ പാർട്ട് 1 അഭിപ്രായം പറയുകയാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നു. ഇനി പാർട്ട് 2 നിങ്ങൾ കണ്ടുവെക്കൂ. ഇതിലൊരു അന്ത്യം ഇല്ലേ? ഇനിയും ഉണ്ടോ അടുത്ത പാർട്ട്? ഇതുവരെ എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അവൻ റൂട്ട് മാറ്റി തുടങ്ങിയിട്ടുണ്ട് ചെറുക്കൻ. നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേരൊക്കെ ഇങ്ങനെയൊക്കെയാണല്ലേ, ഭയങ്കര പ്രോഗ്രസീവ് ആണ്. ഈ പെൺകൊച്ചിന് വീട്ടിൽ ചോദിക്കാനും പറയുന്നൊന്നും ആരും ഇല്ലയോടെ, എനിക്കത് മനസ്സിലാവാത്തത്. പണ്ടൊക്കെ പിള്ളേര് തമ്മില് ഒന്ന് ഇഷ്ടമൊക്കെ തോന്നുമ്പോ ഒന്ന് കാണണമെങ്കിൽ തന്നെ എന്തൊക്കെ പെടാപ്പാട് കിട്ടാന്നറിയോ. ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാനൊക്കെ പോകുന്നത് തന്നെ. ഒന്ന് കണ്ടിട്ട് അപ്പൊ തന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ, നാട്ടുകാർ കാണുന്നുണ്ടോ, വീട്ടുകാർ കാണുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെടും. രണ്ട് വഴിക്ക് ഓടി രക്ഷപ്പെടും. അതുകൊണ്ട് ഇപ്പോഴത്തെ പിള്ളേർ കണ്ട് ഒരുത്തരോട്ട് കറങ്ങാൻ പോയിട്ടത് കംപ്ലീറ്റ് വ്ളോഗായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തേക്കുക. വീട്ടിൽ അച്ഛനിരുന്ന് കാണാം. പുതിയ വീഡിയോ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വിളിച്ച്, എടിയേ ഇങ്ങോട്ട് വത്താ, നിന്റെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ, ഭയങ്കര ട്രാൻസ്പെറന്റ് ഇപ്പോഴത്തെ പിള്ളേർ. സോ അപ്ഡേറ്റഡ് ജനറേഷൻ ഗൈസ്, സോ അപ്ഡേറ്റഡ്. പിന്നെ ഈ ഡേറ്റിനെ പറ്റി പറയാനാണെങ്കിൽ എല്ലാവരും ഇതൊക്കെ തന്നെ, ഈ പാറ്റേൺ തന്നെയാണ്. ആദ്യം കഴിപ്പിക്കും, പിന്നെ കുളിപ്പിക്കും, പിന്നെ വലിപ്പിക്കും. രണ്ടുപേരും വലിപ്പിക്കൽ മെന്റാലിറ്റി ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. മറ്റേ മായ നദിയിലെ ആ ഒരു ഡയലോഗ് ഓർത്ത് വെച്ചിരുന്നാൽ മതി, ഇപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇപ്പോഴത്തെ കാലത്ത് കാര്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പമാണല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളൊക്കെ കെട്ടിക്കഴിഞ്ഞ് പിള്ളേരൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെയൊക്കെ അവസ്ഥ, അയ്യോ ഓർക്കുമ്പോൾ തന്നെ പേടിയാവും. ഇമാതിരി കുരിപ്പുകളാണ് ഉണ്ടാവുന്നതെങ്കിൽ വീട്ടിലിരുന്ന് കാണേണ്ടി വരും. തന്നെ ഇവിടെ പോയി സീരിയസ്ലി ഞാൻ ഇച്ചിരി പഠിച്ചില്ല, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഒന്നും. കല്യാണം കഴിക്കാതെ വല്ല വനവാസത്തിന് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ കല്യാണം കാണാൻ കഴിച്ച് വന്നു കയറുന്ന പെണ്ണ് ഇതുപോലത്തെ വല്ല വാക്കുകൾ ഇട്ട് വല്ലതാണെങ്കിൽ നമ്മൾ ഊറ്റിക്കൊണ്ട് പൊക്കോളും. തീർന്ന് സമാധാനവും സന്തോഷവും തീർന്നു അതോടുകൂടി. എന്തായാലും വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ഇതാണ് ഡേറ്റിങ് കേട്ടോ. കണ്ടിട്ടില്ലാത്തവർ കണ്ടോ, ഇതാണ് ഡേറ്റിങ്. ബാങ്ക് ബാലൻസ് കൈ നിറയെ പൈസ ഉള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അല്ലാതെ കപ്പലിന്റെയും കുറച്ച് ബീച്ച് സൈഡിൽ പോയിരിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല. അപ്പം വീട്ടുകാരെ, കൂട്ടുകാരെ, നാട്ടുകാരെ എല്ലാവരും ഒന്ന് കണ്ടു പഠിച്ചോളൂ. ഇതാണ് ഡേറ്റ്. അപ്പൊ കൂടുതലൊന്നും എനിക്ക് ഇതിനെപ്പറ്റി പറയാനില്ല. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ. അപ്പൊ ശരി, ബൈ.